തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്നു ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ പറന്തൽ സ്വദേശി ബാബു സോളമന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ബാബു സോളമൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഏനാത്തിനടുത്തുള്ള മഹർഷിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ഏനാത്ത് തന്നെയുള്ള ഇളകമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വളരുവാനൊക്കെ ഇടയായിത്തീർന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കൂടുതലായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവ് അല്പം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഞങ്ങൾ മക്കളെ വളർത്തുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. 3 ആണും ഒരു പെണ്ണുമാണ്. ആണുങ്ങളിൽ ഞാൻ രണ്ടാമത്തെയാണ്. അതായത് ഞങ്ങൾ ഇളയ 3 സഹോദരന്മാരും മൂത്തത് ഒരു സിസ്റ്ററുമായിരുന്നു ആണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ വിദ്യാഭ്യാസം, എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസവും ഒക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെയും ഏനാത്ത് അടുത്തുള്ള സ്കൂളുകളിലായിരുന്നു. ഒന്ന് പട്ടാഴി മെതുകുമൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലും, അതുപോലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അടൂര് കിഴക്കുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിലുമായിരുന്നു. സ്തോത്രം. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പത്തനാപുരം മാലൂർ കോളേജിൽ ഞാൻ പഠിക്കുവാനിടയെ തീർന്നു, കൊല്ലം ജില്ലയിൽ. അപ്പോൾ തന്നെ കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ ഞാൻ പഠിക്കുവാനിടയെ തീർന്നു. ഞാൻ ചന്ദനത്തോപ്പ് ITIയിലും പഠിക്കുവാനിടയെ തീർന്നു. അതിനുശേഷമായിട്ട് ഗുജറാത്തിൽ ഒരു കമ്പനിയിൽ ജോലിയിലായിരുന്നു. ജോലി സ്ഥലത്ത് വെച്ച് സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയെ തീർന്നു. ജോലിയൊക്കെ വിട്ട് ഞാൻ നാട്ടിൽ വരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. പിതാവിൻ്റെ മദ്യപാനം മുഖാന്തരമായിട്ട് ചെറുപ്പത്തിലെ ജീവിതം വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ മാതാവ് ഞങ്ങളെ ദൈവഭയത്തിൽ, ദൈവവിശ്വാസത്തിൽ വളർത്തുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയൊക്കെ ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ പഠനമൊക്കെ കഴിഞ്ഞ് ഗുജറാത്തിൽ കമ്പനിയിൽ ജോലിയിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് എനിക്ക് അസുഖം പിടിപെട്ട് നാട്ടിൽ കടന്നു വന്നു. ഒരു ഭ്രാന്തനെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ, സ്കൂൾ വരാന്തയിൽ, കടത്തിണ്ണയിൽ, ബസ് സ്റ്റാൻഡിലുമൊക്കെ ഉറങ്ങി, വീട്ടിലുറങ്ങാതെ സമാധാനമില്ലാതെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശു എന്നോട് ഇടപെടുവാനിടയെത്തുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണം 2ാം വരവൊക്കെ യേശു എന്നെ കാണിക്കുവാനിടയെത്തുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കടന്നു വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദർശനമൊക്കെ ലഭിക്കുവാനിടയെത്തുന്നു. സ്തോത്രം. അങ്ങനെ അടൂര് പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കടന്നുപോയി ബൈബിൾ കോളേജിൽ പഠിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെക്കുറിച്ചുള്ള അനേക പാട്ടുകൾ എഴുതുവാനുള്ള കൃപ വലിയവനായ കർത്താവ് എനിക്ക് നൽകുവാൻ ഇടയായിത്തീർന്നു. ആദ്യമായിട്ട് എഴുതിയ ഗാനത്തിൻ്റെ ചില വരികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. യേശു നായക, ജീവദായക, സ്നേഹഗായക, പാപമോചക. യേശു നായക, ജീവദായക, സ്നേഹഗായക, പാപമോചക.
നിന്നെ വാഴ്ത്തിയിടും ഞാനെന്നുമേ, നിന്നെ വണങ്ങിയിടും ഞാനെന്നുമേ. നിന്നെ വാഴ്ത്തിയിടും ഞാനെന്നുമേ, നിന്നെ വണങ്ങിയിടും ഞാനെന്നുമേ. കർത്തൃകാഹളം വാനിൽ കേട്ടിടും, കാന്തൻ വന്നിടും നാം ഗമിച്ചിടും. കർത്തൃകാഹളം വാനിൽ കേട്ടിടും, കാന്തൻ വന്നിടും നാം ഗമിച്ചിടും. കണ്ണുനീരെല്ലാം നീക്കിടുമേ, കാന്തനോടൊത്തു ചേർത്തിടുമേ. കണ്ണുനീരെല്ലാം നീക്കിടുമേ, കാന്തനോടൊത്തു ചേർത്തിടുമേ. യേശുനായക, ജീവദായക, സ്നേഹഗായക, പാപമോചക, വേഗം കൂടിടാ, ഗീതം പാടിടാ. കാന്തൻ വന്നിടാൻ കാലമായിതാ, വേഗം കൂടിടാ, ഗീതം പാടിടാ. കാന്തൻ വന്നിടാൻ കാലമായിതാ. കാഹളനാദം കേട്ടിടുമേ, കാന്തനോടൊത്തു പറന്നിടുമേ. കാഹളനാദം കേട്ടിടുമേ, കാന്തനോടൊത്തു പറന്നിടുമേ. യേശുനായക, ജീവദായക, സ്നേഹഗായക, പാപമോചക, ഖേദം നീങ്ങിടും, മോദമേറിടും. കോടിയുഗങ്ങൾ വാനിൽ വാണിടും, ഖേദം നീങ്ങിടും, മോദമേറിടും. കോടിയുഗങ്ങൾ വാനിൽ വാണിടും. ആഹാ ഹല്ലേലൂയ പാടിടാം, ആഹാ ഹല്ലേലൂയ പാടിടാം, ആഹാ ഹല്ലേലൂയ പാടിടാം, ആഹാ ഹല്ലേലൂയ പാടിടാം. യേശുനായക, ജീവദായക, സ്നേഹഗായക, പാപമോചക. ശൂണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ. യൗവനകാലത്തിൽ ആരംഭിച്ച ലഹരി ഉപയോഗത്തെ തുടർന്ന് ജീവിതം താറുമാറായി പോയ അവസ്ഥകളിൽ ക്രിസ്തു സ്നേഹം കണ്ടെത്തിയ ബാബു സോളമൻ അമിതമായ ലഹരി മൂലം ആത്മഹത്യ ചെയ്യുവാൻ പോയ വഴിയിൽ നിന്നും ക്രിസ്തു സ്നേഹത്താൽ ജീവിതം തിരിച്ചുപിടിച്ച ബാബു സോളമൻ ഇന്ന് സഞ്ചാര സുവിശേഷകനായി ജീവിതം തുടരുകയാണ്. ഇങ്ങനെ ഇതുപോലെ അനേക പാട്ടുകൾ കർത്താവിന് വേണ്ടി എഴുതുവാൻ വലിയവനായ കർത്താവ് സഹായിച്ചു. അങ്ങനെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് കടത്തിണ്ണകളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, സ്കൂൾ വരാന്തയിൽ ഒക്കെ ഉറങ്ങി. അവസാനം അടൂരിൽ നിന്ന് ചെങ്ങന്നൂർ വരെ ഞാൻ നടന്നു പോകുവാനായിട്ട് എത്തുന്നു. എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീട് വിട്ട് ഇറങ്ങി നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞാൻ നടക്കുവാൻ ഇടയായിട്ടിരുന്നു. അടൂരിൽ നിന്ന് ഒരു 10-20 കിലോമീറ്ററിനകത്ത് ദൂരം കാണും. സ്വത്രം അടൂരിൽ നിന്ന് മറ്റേ ചുറ്റിക്കറങ്ങിയൊക്കെയാണ് ഞാനിവിടെ പോകുവാനിടയായിത്തീർന്നത്. അങ്ങനെ സ്വത്രം അടൂരിൽ നിന്ന് കായംകുളം റൂട്ട് പോയി, പിന്നെ കുടശനാടെന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പന്തളത്ത് വന്നു. വീണ്ടും പന്തളത്ത് നിന്ന് നടന്ന് ചെങ്ങന്നൂർ വരെ വന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി എവിടെയെങ്കിലും പോയി മരിക്കുക എന്ന് പറഞ്ഞ് നിരാശനായി വീട് വിട്ട് ഇറങ്ങിപ്പോകുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് ട്രെയിൻ വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എങ്ങും പോകുന്നില്ല, തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ സമാധാനമില്ലാതെ ബെഡിൽ കിടക്കുമ്പോൾ കർത്താവ് ചില വചനങ്ങളൊക്കെ എനിക്ക് നൽകി. യെശയ്യാപ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യം കർത്താവ് എനിക്ക് നൽകിയ വചനമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് കർത്താവ് എനിക്ക് വചനം നൽകി. മർക്കോസ് 1:2 എന്നെ കാണിച്ചു.
ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിനക്ക് മുമ്പിൽ നിന്റെ വഴിയൊരുക്കും. യെശയ്യാവ് 43:1 എന്നെ കാണിച്ചു. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ തീയിൽ കൂടെ കടക്കുമ്പോൾ വെന്തുപോകില്ല, നദി നിന്നെ മുക്കുകയില്ല, ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് എന്നോട് അരുളി ചെയ്യുവാടേത്തുള്ളൂ. അങ്ങനെ ഉറക്കത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ബൈബിളിലെ അനേക വചനങ്ങൾ കർത്താവിനെ കാണിച്ചു. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം 2ാം വരവൊക്കെ എന്നെ കാണിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കടന്നു വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദർശനമൊക്കെ എനിക്ക് ലഭിക്കുവാടേത്തുള്ളൂ. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനിയുള്ള നാളുകൾ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുത്തു. ഡൽഹിയിലെ ബൈബിൾ കോളേജിലൊക്കെ ഞാൻ നോയിഡ എന്ന സ്ഥലത്ത് പോയി എൻകറേജർ ബൈബിൾ കോളേജിൽ പോയി ബൈബിളൊക്കെ പഠിക്കുവാനിടയായിരുന്നു. പഠിച്ചതിന് ശേഷമായിട്ട് കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം അറിയിക്കുന്നതായ സ്തോത്രം ഹല്ലേലൂയ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ എനിക്ക് ഒരു മുഴ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്തോത്രം എന്നെ ട്രീറ്റ് ചെയ്തപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഡോക്ടർമാർക്ക് പോലും വലിയ അതിശയമായി. ഡോക്ടർമാർ പറഞ്ഞു, ഈ മുഴ എങ്ങനെ മാറിയെന്ന്. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറുവാനിടയായിത്തീർന്നില്ല, എന്നാൽ പ്രാർത്ഥനയിലൂടെ മാറുവാനിടയായിത്തീർന്നു. ഡോക്ടർമാർക്ക് അതിശയമായി, ഇതെങ്ങനെ മാറി, നിങ്ങൾ വേറെ വല്ല മരുന്ന് കഴിച്ചോ എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇങ്ങോട്ട് ചോദിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അത്തരത്തിൽ കർത്താവ് രോഗസൗഖ്യം നൽകിയതാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒന്നിലധികം രോഗങ്ങൾ വന്ന സ്ഥാനത്ത് വലിയവനായ കർത്താവ് എന്നെ വിടുവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം 116 സങ്കീർത്തനം 12 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന വചനത്തിനനുസരിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഞാൻ സമാധാനമില്ലാതെ ജോലിസ്ഥലത്ത് നിന്ന് കടന്നു വന്ന് നാട്ടിൽ നിരാശനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. തമ്പാക്ക്, ശംഭു, ഉംദ, ഹാൻസ്, ഗണേഷ്, പാൻപരാഗ് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുവാനിടയെത്തുന്നു. എൻ്റെ കൂട്ടുകാർ സ്തോത്രം എന്നെ വിളിക്കുന്നത് തമ്പാക്ക് ബാബു, ശംഭുവളിയൻ എന്നൊക്കെ ആയിരുന്നു. ഈ തമ്പാക്കില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ഉണ്ടായിരുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവ് എന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. തമ്പാക്ക് വിൽക്കുന്ന മുതലാളി എന്നോട് പറഞ്ഞു, നിങ്ങൾ തമ്പാക്ക് ഉപയോഗിക്കരുത്, നിങ്ങളെ കണ്ടിട്ടൊരു പാവം പിടിച്ച പയ്യനാണെന്ന് തോന്നുന്നു, നിങ്ങൾ തമ്പാക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നശിച്ചു പോകരുതെന്ന് ഈ തമ്പാക്ക് വിൽക്കുന്ന മുതലാളി എന്നോട് പറയുവാനിടയായിത്തീർന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നിട്ടും എനിക്കത് നിർത്തുവാൻ കഴിഞ്ഞില്ല. ഈ തമ്പാക്ക് ഉപയോഗിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് രോഗമുണ്ടായി. ഞാൻ മയങ്ങി വീഴുവാനിടയായിത്തീർന്നു. എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ തമ്പാക്ക് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പാക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മേലാൽ ഉപയോഗിക്കുമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇത് വിൽക്കുന്ന മുതലാളി പറഞ്ഞു. എന്നിട്ടും അത് എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അത് മാറ്റുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ മദ്യത്തിനെതിരായിട്ട് ഞാൻ സ്തോത്രം എഴുതുവാനിടയെത്തുന്നു. മദ്യം മരണവിഷം എന്നും പറഞ്ഞൊരു ട്രാക്റ്റ് ഞാൻ എഴുതുവാനിടയെത്തുന്നു. അതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഒരു ട്രാക്റ്റ് എഴുതുവാനെത്തുന്നു. നല്ല ഇടയെന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് എഴുതുവാനെത്തുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ട്രാക്റ്റുകളൊക്കെ എഴുതുകയും പാട്ടുകൾ എഴുതുകയും പാടുകയും വിവിധ രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുമാണുള്ളത്. മൂത്ത മോന് ITA കഴിഞ്ഞ് ഒരു കോഴ്സ് പഠിക്കുന്നു. ഇളയ മോന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടൂരിനടുത്ത് പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ ആയതുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന വചനത്തിനനുസരിച്ച് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഴുത്തിന് മുഴവുണ്ടായപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ പാസ്റ്റർ ആകുമ്പോൾ നിങ്ങൾ വലിയ പാട്ടുകളൊക്കെ പാടുമല്ലോ, വലിയ പ്രസംഗങ്ങളൊക്കെ ചെയ്യുമല്ലോ, നിങ്ങൾ വലിയ പാട്ടുകൾ പാടുകയും പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ മുഴ കൂടും. സ്തോത്രം എന്ന് പറഞ്ഞു. എന്നാൽ സർജറി കൂടാതെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ഈ മുഴയിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുവാനിടയെത്തുന്നു. ഇന്ന് പരസ്യയോഗങ്ങളിലൊക്കെ പോയി അനേക പാട്ടുകൾ പാടുവാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനും വലിയവനായ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അനേക ടീമുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി പരസ്യയോഗങ്ങൾ ഒക്കെ ചെയ്യുകയും അപ്പോൾ തന്നെ സ്വമേധ
വേല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വചനങ്ങൾ വിതരണം ചെയ്യണമെന്നും ഒക്കെ കർത്താവ് എന്നോട് ദർശനത്തിലൂടെ അരുളി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ബൈബിൾ വിതരണം ചെയ്യുകയും ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു 118 സങ്കീർത്തനം 17 വാക്യം വായിക്കുമ്പോൾ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരിക്കൽ മരിക്കാൻ വേണ്ടി ഞാൻ അടൂരിൽ നിന്ന് ചെങ്ങന്നൂർ വരെ നടന്നുപോയി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി എവിടെയെങ്കിലും പോയി മരിക്കുക എന്ന് ചിന്തിച്ച് മരിക്കാൻ പോയ സ്ഥാനത്ത് കർത്താവ് എന്നെ മരണത്തിന് രക്ഷിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് നിന്റെ സാക്ഷികളെ വർണ്ണിക്കുമെന്ന വചനത്തിനനുസൃതമായി കർത്താവിൻ്റെ സാക്ഷ്യം അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. സ്തോത്രം ഹല്ലേലൂയ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് വളരെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. എന്നാൽ ക്രമേണ പിതാവ് മദ്യപാനം നിർത്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്തോത്രം കടന്നു വരുവാൻ ഇടയായിരുന്നു. അങ്ങനെ കുടുംബമായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനത്തിനനുസൃതമായി കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാൻ വലിയവനായ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠൻ നാട് വിട്ടൊക്കെ പോയതാണ്. 15 വർഷമായി, എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ജോയി എന്നാണ്. 15 വർഷമായി നാട് വിട്ടു പോയി. സ്തോത്രം ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഇനി മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ സ്തോത്രം മടങ്ങി വരുവാനിടയായിത്തീർന്നു. സ്തോത്രം. എൻ്റെ അനിയനും അതുപോലെ സ്തോത്രം വലിയ സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കുടുംബത്തെ ശത്രു തകർക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് കുടുംബമായി സന്തോഷം അനുഭവിപ്പാൻ സ്തോത്രം. കുടുംബത്തെ രക്ഷിക്കുന്ന, വ്യക്തികളെ രക്ഷിക്കുന്ന, ദേശത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ വലിയവനായ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. 2 ആൺമക്കളാണ്. മൂത്ത മകൻ ITA കഴിഞ്ഞ ഒരു കോഴ്സ് പഠിച്ചു വെച്ച് നിൽക്കുന്നു. ഇളയ മകൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം സ്തോത്രം അറിയിക്കുകയും ഗാനങ്ങളിലൂടെയൊക്കെ വിവിധ രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിത വഴികളിൽ നേരിടേണ്ടി വന്ന നിരവധിയായ ദുരനുഭവങ്ങളിൽ, ലഹരികളിൽ അഭയം തേടി ജീവിതം താറുമാറായി പോയ അവസ്ഥകളിലാണ് ബാബു സോളമന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു സ്നേഹം കടന്നു വരുന്നത്. പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടും നിന്നെ, പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടും നിന്നെ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നെ യേശു ചെറുപ്രായത്തിലേ കണ്ടിരുന്നു എന്നുള്ളതാണ്. സ്വന്തം മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വെള്ളത്തിൽ വീണ് മരിക്കേണ്ടതായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. പാമ്പ് കടിക്കേണ്ട സ്ഥാനത്ത് കടിക്കാതെ കർത്താവിനെ രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. യിരെമ്യാ ഭവനത്തിൽ പറയുന്ന 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു എന്ന വാക്യത്തിന് അനുസരണമായിട്ട് കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് പല പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും വലിയവനായ കർത്താവ് എന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കൊല്ലത്ത് ചന്ദനത്തോ വൈറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ പുറകെ ഗുഡ്സ് വരികയായിരുന്നു. സ്തോത്രം. ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ കൊല്ലത്ത് നിന്ന് പുല്ലൂരിലേക്ക് വരുന്ന ട്രെയിൻ എൻ്റെ പുറകെ വരികയായിരുന്നു. ഞാൻ മുൻപിൽ ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു. എന്നാൽ ട്രെയിൻ വരുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കണ്ടു നിന്നവർ പറഞ്ഞു ട്രെയിൻ വരുന്നത് മാറിക്കൊള്ളാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ട്രാക്കിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ നിന്ന സ്ഥലത്തു കൂടി ട്രെയിൻ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ട്രെയിൻ ഇടിക്കാതെ ദൈവം എന്നെ രക്ഷിച്ചു. അടൂർ വടക്കെടുത്തോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാറിൻ്റെ മുന്നിൽ MC റോഡിൽ കാറിൻ്റെ മുന്നിലേക്ക് വീണ്, കാറിൻ്റെ ബോണറ്റിൽ വീണ് കാറ് എന്നെ ഇടിച്ച് കൊല്ലേണ്ട സ്ഥാനത്ത് അവിടെ നിന്ന് കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയതാണ്. സ്വന്തം ഞാൻ മരത്തിൽ നിന്ന് വീണ് എൻ്റെ 3 വാരിയല് എൻ്റെ ചെറുപ്രായത്തിൽ വാരിയല് ഒടിഞ്ഞ് ഇരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മരണപ്പെടേണ്ട അനേക സാഹചര്യങ്ങളിൽ നിന്ന്
കർത്താവ് എന്നെ വിടുവിക്കുവാനെത്തുന്നു. 68-ാം സംഗീതം 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു. കർത്താവ് എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അനേക പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന സ്ഥാനത്ത് കർത്താവിനെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ എത്തുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോശയെപ്പോലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ കടന്നു എന്ന് സത്യദൈവത്തെ വെളിപ്പെടുത്തിയതുപോലെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി യേശുവിനെ സത്യദൈവത്തെ അറിയിക്കുവാൻ വേണ്ടി എൻ്റെ ചെറുപ്രായം മുതലേ ദൈവം എന്നെ കണ്ടതുകൊണ്ട് പല ആപത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് നിർത്തിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. പ്രിയ എന്നെ ശ്രവിക്കുന്ന മാന്യ വ്യക്തികളായിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ദൈവം നിങ്ങളെ മുന്നമേ കണ്ടിരിക്കുകയാണ്. സ്തോത്രം. കണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യം വിടുവിച്ച് ദൈവം എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, 34-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കുമ്പോൾ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. മുഴയുടെ രോഗത്തിന് അപ്പോൾ തന്നെ സ്തോത്രം ഹാർട്ട് പ്രോബ്ലത്തിലും ഞാനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രോഗത്തിൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ ആശുപത്രി വരാൻ അരമണിക്കൂർ ലേറ്റായെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മരണത്തിന് കർത്താവ് രക്ഷിച്ചു. സ്തോത്രം. രോഗത്തിൻ്റെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോബ്ലം വി വാണ്ട് ടു വർഷിപ്പ് ദ ലോർഡ് ആൻഡ് ലിവ് ജീസസ് എന്നാണ് സ്തോത്രം. അല്ലെ നമുക്ക് മനസ്സിലാക്കുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന സ്തോത്രം, ഹല്ലേലൂയ, എന്നാണ് ഈ തരുണത്തിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെയും എല്ലാ വിധത്തിലും രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യേശുവിലൂടെ സ്തോത്രം ഒരു പുതിയ ജീവിതം നിങ്ങൾക്കും വലിയവനായ കർത്താവ് നൽകുമാറാകട്ടെ എന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരത്തെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. വലിയവനായ കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ, പളുങ്കുകടൽ തിരുന്നു ഞാനെന്റെ. പാപപങ്കിലമായ തൻ്റെ ജീവിത വഴിത്താരകൾ വിട്ട് ക്രിസ്തുയേശുവിൽ പുതുസൃഷ്ടിയായി മാറിയ ബാബു സോളമൻ ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡുമായി ചേർന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാണ്. സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിലും പരസ്യയോഗത്തിൽ പ്രാസംഗികൻ എന്ന നിലയിലും ദൈവികമായ തൻ്റെ ശുശ്രൂഷകൾ തുടരുകയാണ് ബാബു സോളമൻ. പോയ കാലത്തെ പാപപങ്കിലമായ ജീവിതാവസ്ഥകളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ പുതു സൃഷ്ടിയായി മാറിയ ബാബു സോളമൻ്റെ ജീവിതം ഇന്ന് അനേകർക്ക് മാതൃകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് കൂട്ടിവരുത്തുന്നതിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹം അനേകരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ബാബു സോളമൻ തൻ്റെ സുവിശേഷ ജീവിതം തുടരുകയാണ്. സഞ്ചാര സുവിശേഷകൻ അടൂർ പറന്തൽ സ്വദേശി ബാബു സോളമൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ലഭിക്കുമോ പ്രാണനാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ലേ